ഏതിന്റെ ബാക്കി? ഏതിന്റെ ബാക്കി? ആണോ? പണ്ട് ഒരിടത്ത് ഒരു രാജാവുണ്ടായിരുന്നു. അല്ല, പറയട്ടെ, കഥ പറയുവാ. ഇപ്പൊ ഉറങ്ങാൻ പോവില്ലയോ മോൻ? ഇങ്ങോട്ട് നോക്ക്. അത് ഇപ്പൊ ഉറങ്ങാൻ പോവില്ലയോ? ഇല്ലയോ? പണ്ട് ഒരിടത്തൊരു രാജാവാണ്. ആ രാജാവാണെങ്കിൽ ഭയങ്കര അഹങ്കാരിയാണ്. അതിന്റെ ബാക്കിയാണ്. അങ്ങനെ ഭയങ്കര അഹങ്കാരിയായ രാജാവ് എല്ലാ ആൾക്കാരെയും എന്ത് ചെയ്തു? ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ അടിച്ചു. ഓരോരുത്തരെയും വീട്ടിൽ ചെന്ന് അടിച്ച് ഇടിച്ച് ഒക്കെ രാജാവ് എന്ത് ചെയ്തു? ദ്രോഹിച്ചു എല്ലാവരും. നിന്നെ ആരെങ്കിലും ഇടിക്കുവാടാ? ആ രാജാവ് അവരെ എല്ലാം പോയി ഇടിക്കാൻ തുടങ്ങി. ഭടന്മാരെയും രാജാവ് മന്ത്രിമാരെയും ഒക്കെ ഇടിക്കാൻ തുടങ്ങി. അന്നേരം ഒരാള് രാജാവിനോട് പറഞ്ഞു, രാജാവേ, എന്നെ രാജാവിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ രാജാവ് പറഞ്ഞു, നിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നോ? നീ ആരടെ? നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടത്തില്ലടാന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? രാജാവ് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, എന്റെ രോമത്തിൽ പോലും തൊടാൻ നിനക്ക് കഴിയത്തില്ല. എന്നെ തൊട്ട് നോക്കിയാൽ വിവരം അറിയുന്നു പറഞ്ഞു. അപ്പം രാജാവ് അവനെ പിടിക്കാൻ വേണ്ടി പട്ടാളക്കാരെയും കൂട്ടിക്കൊണ്ട് അവന്റെ വീട്ടിലേക്ക് ഇങ്ങനെ പതുക്കെ പോയി. അവിടെ വരുന്നിടത്ത് രാജാവ് പിടിക്കാൻ വരുമ്പോ ഇയാൾ ഓടി ഒരു സ്ഥലത്ത് ഒളിച്ചിരുന്നു. ഇങ്ങനെ ഒളിച്ചിരുന്നപ്പോ ഉറക്കം വന്നിട്ട് വയ്യായി അതിൻ്റെ കൂട്ടുകാരൻ ഇങ്ങനെ ഉറങ്ങി ആ മരത്തിൻ്റെ മൂലക്ക് ഇങ്ങനെ ഉറങ്ങി. അത് അതിലെങ്ങനെ കിടന്നുറങ്ങുന്ന കണ്ടൊക്കെ അടച്ച് ഇങ്ങനെ ഉറങ്ങി വാവോ. പിന്നെന്തുവാ, രാജാവ് പിന്നെ വന്ന് അന്വേഷിച്ചിട്ട് ആളെ കിട്ടിയില്ല. അദ്ദേഹം ഇവിടെ കിടന്ന് അങ്ങ് ഉറങ്ങുക. അത് ഇനി പിന്നെ ചോദിക്കല്ലോ കേട്ടോ. ഉറങ്ങി എണ്ണിച്ചിട്ടാണ് ഇനി കഥ പറയുന്നത് ബാക്കി. അപ്പൊ ഇനി എന്ത് ചെയ്യണം? ഉറങ്ങണം. ഉറങ്ങിയാട്ടെ.